മോനെ, നീ ഇവിടെ ഇറങ്ങണം. എന്തിന്? ഡാഡി ഒരു യാത്ര പോകുന്നു. ഇനി എൻ്റെ മകന് മമ്മിയാണല്ല. കുഞ്ഞിനെ കാറിൽ നിന്ന് പുറത്തിറക്കിയ കെവിൻ ആ കുഞ്ഞിനെ തൻ്റെ അമ്മയെ ഒന്ന് ഏൽപ്പിക്കാനോ തൻ്റെ ഭാര്യയെ ഒന്ന് കാണാനോ നിൽക്കാതെ ആ കാർ തൻ്റെ ജന്മഗ്രാമത്തേക്ക് ലക്ഷ്യമിട്ടു. അവിടെ വിജനമായ ഒരിടത്ത് ആ വണ്ടി നിർത്തി. രാത്രിയായി, നക്ഷത്രങ്ങളില്ലാത്ത രാത്രി. തുടർന്നുള്ള 4 ദിവസം ആ വണ്ടി അവിടെ അങ്ങനെ തന്നെ കിടന്നു. ആരും അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. എന്നാൽ ചോളവയലിൽ പണിക്ക് പോകുന്ന കർഷക നീഗ്രോകൾ അതിനരികിൽ മൂക്കുപൊത്തി നിന്നു. കുറച്ച് ദിവസമായില്ലേ ഈ വണ്ടി ഇവിടെ കിടക്കുന്നു? അതിനകത്തു നിന്നും വല്ലാത്തൊരു ഗന്ധം വരുന്നില്ലേ? അവർ ആ കാറിന്റെ ഡോർ തുറന്നു നോക്കുമ്പോൾ തടിച്ച് വീർത്തഴുകിയ ഒരു ശവം. അതെ, ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തു. കാറിന്റെ എക്സ്ഹോസ്റ്റ് പൈപ്പ് തുറന്ന് മറ്റൊരു പൈപ്പുമായി കൂട്ടിച്ചേർത്ത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് തന്റെ ജീവിതത്തിന് അന്ത്യം. പട്ടിണിയിൽ പിടഞ്ഞ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധമാണ് ആ കെവിൻ കാർട്ടറുടെ ജീവിതം അവസാനിപ്പിച്ചത്. കാലം കരുത്തൊരു ചേല പുതപ്പിച്ച് വികൃതമാക്കുന്നു പ്രപഞ്ച സത്യങ്ങളെ. കർമ്മമാർഗത്തിന്റെ ജീവൻ നരടുവാൻ മുൾമുടി തേടി കാലവും ലോകവും. പ്രിയരെ, പ്രതിഷേധങ്ങൾ ഏറെ ഉണ്ടാക്കിയ ആ ചിത്രം രാഷ്ട്രങ്ങളുടെ ചർച്ചയ്ക്ക് ഒരു വിഷയമാണ്. അവിടേക്ക് ആവശ്യത്തിന് സഹായവും ഭക്ഷണവും. ദക്ഷിണാഫ്രിക്കയുടെ പട്ടിണി മാറ്റിയ ചിത്രമായി പിന്നീട് ആ ചിത്രം വിശേഷിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ പാവം ആ ഫോട്ടോഗ്രാഫർ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു.